എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ചില നാളുകളായി മലയാള ക്രൈസ്തവ മേഖലയിൽ ഒരു വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നോർത്ത് ഇന്ത്യൻ സുവിശേഷകനായ PG-യുടെ നൃത്തവും പാട്ടും അതിനോടനുബന്ധിച്ച വിഷയങ്ങളും. അതിനോട് യോജിച്ചുകൊണ്ടും വിയോജിച്ചുകൊണ്ടും പ്രതികരിക്കുന്ന പ്രതികരണങ്ങളും പെന്തക്കോസ്തുകാരെയും ക്രൈസ്തവരെയും തെറി പറയുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ട്രോളുകളുമായി നടക്കുന്ന ഒരു സംഘവും ഇതിനോടകം ഉഷാറായി തന്നെ രംഗത്തുണ്ട്. PG ഡാൻസ് കളിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. അപാകതയുണ്ടോ എന്ന് ചോദിച്ചാൽ അപാകതയുണ്ട്. അതെന്താണ് തെറ്റും അപാകതയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് തെറ്റായി പറയാൻ പറ്റത്തില്ല. അതല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി അഭിനയിച്ച് ആരാധിച്ചതാണെങ്കിൽ അതിനകത്തൊരു അപാകത ഉണ്ട് താനും. എന്താണ് പരുവം, എന്താണ് പറ്റിയ പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുമെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കഴിയുന്നിടത്തോളം സംസാരിക്കാതെ ഒഴിവാക്കി വിടാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ശ്രോതാക്കൾ ഇതേ വീഡിയോ പിന്നെയും ഇട്ടുതരികയും ഇതിനെക്കുറിച്ച് വിശദീകരണം പറയണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികൾ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആരും നമുക്ക് അത്തരത്തിൽ വീഡിയോ ഇട്ട് നമ്മളെ ശല്യം ചെയ്യില്ല. അവരിതിന്റെ കാര്യം അറിയാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അവർക്ക് നമ്മിൽ നിന്ന് അഭിപ്രായങ്ങൾ കേൾക്കുന്നത് ഗുണകരമായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രോതാക്കൾ നമ്മെ നിർബന്ധിക്കുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിലും വളരെയധികം സന്തോഷവും ബഹുമാനവുമുണ്ട്. PG-യെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞ ചില വീഡിയോസും പ്രതികൂലിച്ചുകൊണ്ട് പറഞ്ഞ അനേകം വീഡിയോസും ഇതിനകം ശ്രദ്ധിക്കുവാൻ ഇടവന്നു. ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഇത് വീക്ഷിക്കുന്നത്. ആരെയും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഒരു വിഷയത്തെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് വീക്ഷിക്കാറുള്ളത്. എന്റെ വീക്ഷണവും 100% ഒരിക്കലും ശരിയാവില്ല. PG-യെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ, ഒരു പട്ടാളക്കാരനായിരുന്നിട്ട് സുവിശേഷകനായി മാറിയ ഒരു കർത്തൃദാസനാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം നോർത്ത് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വളരെ അധികം അധ്വാനിച്ചിട്ടുള്ള ആളാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പിന്നെ അതിനോട് ബന്ധപ്പെട്ട സാമ്പത്തിക കളക്ഷനും അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നതിനോട് പലർക്കും വിയോജിപ്പുണ്ടായിരിക്കാം. കാരണം ശ്രീ ക്യാപ്റ്റൻ സാമുവേലും PG-യും ഒക്കെ സമകാലീനരാണ്. ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്ന സുവിശേഷ പ്രവർത്തനത്തിലേക്ക് പെൻഷനായതിനു ശേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, രാജിവെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പെൻഷനായിട്ട് ഇറങ്ങിയ ആളാണ് PG. എന്നാൽ ക്യാപ്റ്റൻ ആയിരുന്നിട്ട് സുവിശേഷത്തോടുള്ള താല്പര്യം കാരണം ജോലി ഉപേക്ഷിച്ച ഒരാളാണ് ശ്രീ ക്യാപ്റ്റൻ സാമുവേൽ. ക്യാപ്റ്റൻ സാമുവേൽ അദ്ദേഹത്തിന്റെ ഓട്ടം ഫിനിഷ് ചെയ്ത് യാത്രയായിരിക്കുന്നു. PG ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഏതാണ് മെച്ചപ്പെട്ടതെന്ന് ചോദിച്ചാൽ രണ്ടിനും പറയത്തക്ക അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സുവിശേഷ വേല വളരെ സ്ട്രോങ് ആയി അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്നും മാറാതെ അവസാനം വരെ അത് ചെയ്യുകയും കിടന്നുകൊണ്ട് വരെ ദൈവസഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രസംഗിക്കുകയും അതിൽ നിന്ന് അണുവിട മാറാതെ നിൽക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിട്ടാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക കളക്ഷന് വേണ്ടി ഒരു ക്രമീകരണം അദ്ദേഹം ഒരു മീറ്റിങ്ങുകളിലും ചെയ്തിട്ടില്ല. അതുപോലെ അമ്മാതിരിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്ത് അത്തരത്തിലൊരു ക്രമീകരണത്തിലേക്ക് അദ്ദേഹം ഒരു കാലത്ത് മൂവ് ചെയ്തിട്ടുള്ളതായി തോന്നുന്നില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി PG ഒരു സംഘടന തന്നെ രൂപീകരിച്ചിരിക്കുന്നു. അതിന് തരക്കേടില്ലാത്ത സാമ്പത്തിക നന്മകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതുവഴി ഒരുപാട് ശുശ്രൂഷകരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോഴും സുവിശേഷ വേല നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സരസമായ നിലയിൽ
അദ്ദേഹത്തിന്റെ എല്ലാ പോക്കറ്റുകളും കാണിച്ചുകൊണ്ട്, എന്റെ ഇവിടെ പോക്കറ്റ് ഉണ്ട്, ഇവിടെ പോക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ എല്ലാ പോക്കറ്റുകളും കാണിച്ചുകൊണ്ട്, ഈ പോക്കറ്റുകളിലൊക്കെ നിങ്ങൾ പൈസ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും എന്ന് പറയുന്ന വീഡിയോസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ട് പൈസ ഇടിയിപ്പിക്കുന്ന സുവിശേഷീകരണത്തിന് തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ കുറച്ച് മൂപ്പർ ഉപയോഗിക്കുമായിരിക്കും, എനിക്കറിയില്ല. എന്നാലും സുവിശേഷീകരണത്തിനായാൽ പോലും നമുക്ക് വചനപ്രകാരം അങ്ങോട്ട് ഒക്കാത്ത നിലയിലൊക്കെ മൂപ്പര് പോക്കറ്റ് കാണിച്ച് പൈസ പിരിക്കാറുണ്ട്. പണ്ടൊരിക്കൽ മൂപ്പരുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടിരുന്നു. അത് ടെലിവിഷനിലാണ് കേട്ടത്, പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ പുള്ളി പറയുകയാണ്, നിങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ പിടിക്കുക, പേഴ്സ് കയ്യിലുണ്ടെങ്കിൽ പേഴ്സിൽ പിടിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ പോക്കറ്റിലും പേഴ്സിലും പിടിപ്പിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ച ഒരു രംഗം ഞാൻ ഇങ്ങനെ അന്തം വിട്ട് കേട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ അയാള് എഴുതി കാണിക്കുകയാണ്, എന്റെ പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാൻ നിർബന്ധമായും നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്പർ എഴുതി കാണിക്കുന്ന ഒരു രംഗവും കണ്ടു. അപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയത്, ഇയാൾക്കും പോക്കറ്റ് കണ്ടമാനം ഉണ്ടല്ലോ, നിരത്തി പിടിച്ചു വെച്ചങ്ങ് പ്രാർത്ഥിച്ച പോരെ, പിന്നെന്തിനാണ് പാവങ്ങൾക്ക് നമ്പർ ഇട്ട് കൊടുക്കുന്നത്? അപ്പൊ നമ്പർ ഇട്ട് കൊടുത്ത് പൈസ വരുത്തുന്നുണ്ടെങ്കിൽ വേറൊരു നമ്പറിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും അതൊക്കെ കടന്ന് ഇപ്പൊ മൂപ്പർ ഒരുപാട് വളർന്നിരിക്കുന്നു നമുക്കറിയാം. കൊട്ടാരക്കര ടിനു ജോർജിന്റെ അവിടെ ചെന്ന് 8 കോടി രൂപ ഭരിക്കാൻ വേണ്ടി മൂപ്പര് കാണിച്ച ആ കലാപ്രകടനമൊക്കെ വല്ലാതെ ദൈവസഭകളെ തന്നെ അപമാനിച്ച നിലയിലേക്ക് വളർന്നു. അടുത്ത സ്റ്റേജിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ സുവിശേഷീകരണം ഇന്നും മുമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് ഏത് രീതിയിലും ആയിക്കോട്ടെ, ഞാൻ അതൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. ഒരു പ്രസ്ഥാനമാകുമ്പോൾ അത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ദൈവകൃപയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതായിട്ടൊക്കെ വരും. അതൊക്കെ ഞാൻ കൈവിട്ട് സംസാരിക്കണം, അതൊന്നും എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമില്ല. പിന്നെ നോർത്ത് ഇന്ത്യയുടെ രീതി അനുസരിച്ച് ഡാൻസ് ചെയ്യുന്നത് അവിടുത്തെ ഒരു ശൈലിയാണ്. അത് ഇവിടുത്തെ വേടൻ ആൾക്കാരെ കൂട്ടുന്നത് പോലെ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവിടുത്തെ രീതി അങ്ങനെയാണ്, അവരുടെ ആരാധനാ രീതി അങ്ങനെയാണ്, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ അവര് പൂമാലയൊക്കെ ഞങ്ങൾക്ക് ഇട്ട് തരും. അന്ന് ഉടനെ അഴിച്ചു ദൂരെ കളയാനൊന്നും പറ്റത്തില്ല. അത് നമ്മൾ കഴുത്തിലിട്ടോണ്ടെന്ന് ഞാൻ എത്രയോ അടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അത് അവരുടെ കൾച്ചറാണ്. അപ്പൊ അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവര് മാലയിട്ട് വരും, അയ്യോ ഇത് പാപമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വലിച്ചെറിയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ സംസ്കാരമായതുകൊണ്ട് അതിനോട് ഞാനങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ഞാൻ വന്നതിന് ശേഷം എനിക്ക് നോർത്ത് ഇന്ത്യ ചെന്നപ്പോൾ ആൾക്കാർ മാല ഇട്ട് തരുമായിരുന്നു. മാല ഇട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നാൽ എന്നെ പേരൂക്കട ആശുപത്രി കാണിക്കേണ്ടി വരും. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ PG അവിടെ ഡാൻസ് കളിച്ചു എന്നുള്ള കാര്യം നല്ല കാര്യം. ഞാനൊരു 25 കൊല്ലങ്ങൾക്ക് മുമ്പ് മൂപ്പരെ എന്റെ വീടിന്റെ അടുത്തൊരു കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നപ്പോ ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നു. സ്റ്റേജിൽ നിന്ന് എല്ലാവരും മര്യാദയ്ക്ക് നിന്ന് പാടുമ്പോൾ ഇദ്ദേഹം ഒരല്പം ശരീരമിളക്കി ശരിക്കും ആരാധിക്കുന്നത് നമുക്കൊരാകർഷകമായി തന്നെ തോന്നും. കാരണം അത്ര അധികം ദൈവസ്നേഹം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണെങ്കിൽ ഒന്ന് ശരീരം ഇളകുന്നതിനോ നല്ല തുള്ളിച്ചാടുന്നതിനോ ഒന്നും തെറ്റുള്ളതായി തോന്നുന്നില്ല. അങ്ങനെ വളരെ മനോഹരമായി അദ്ദേഹം നൃത്തം ചെയ്ത് സ്റ്റേജിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടിട്ട് വാസ്തവത്തിൽ എന്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം തോന്നി. കാരണം നമുക്കൊന്നും ഇത് കഴിയുന്നില്ലല്ലോ. ദൈവസ്നേഹം കൊണ്ടാണ് അമ്മാതിരി നൃത്തം ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരിക്കലും നമുക്കൊരു തെറ്റായിട്ട് പറയാൻ കഴിയുകയില്ല. ആ ചെയ്തിനെ 100% അംഗീകരിച്ചേ മതിയാവും. പക്ഷെ ഈ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ബാബു ചെറിയാന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മീറ്റിംഗില് കാണിച്ച നൃത്തം ഒരിക്കലും ദൈവസ്നേഹം ഉള്ളിൽ വന്ന് തിര തള്ളിയിട്ട് കർത്താവിനോടുള്ള സ്നേഹം കാരണം അറിയാതെ തുള്ളിപ്പോയതല്ല. ആ പ്രോഗ്രാമിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി തുള്ളിയതാണ്. അതിൽ മൂപ്പര് പറയുന്ന 1-2 ഡയലോഗ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏതൊരു സിനിമാ നടന്റെ പേര് പറഞ്ഞു. ഷാരൂഖ് ഖാനാണ്, അമിതാഭ് ബച്ചനാണായിരുന്നു, ഓർക്കുന്നത് ഒരു സിനിമാ നടന്റെ പേര് പറഞ്ഞു. അയാൾ സിനിമയിൽ തുള്ളിച്ചാടുന്നത് പോലെയാണ് അത്രേ PG തുള്ളുന്നത്. അതിന് മൂപ്പര് പറഞ്ഞൊരു ന്യായം, ആ സിനിമ നടന് 50 ലക്ഷം രൂപ വേതനമായി ലഭിക്കുന്നത് കൊണ്ട് ആ വേതനത്തിന് വേണ്ടിയാണ് അയാൾ തുള്ളുന്നത്. വളരെ കറക്റ്റ് ആണ്. 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ അല്ലെങ്കിൽ 5-10 കോടി രൂപ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് അതിന്റെ നിർമ്മാതാക്കൾ കൊടുക്കാറുണ്ട്.
അപ്പോൾ അവര് നൃത്തം ചെയ്തത് ആ കൊടുക്കുന്ന എമൗണ്ടിന് അവർ ശരീരം ഇളകിയേ പറ്റൂ. അത് അവരുടെ തൊഴിലാണ്. വേടൻ തുള്ളുന്നതിന്റെ പുറകിൽ എന്തോ ഒരു ഫിലോസഫി ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും അത് നോർമൽ ആയിട്ടൊരു കാര്യമല്ലെന്ന് വ്യക്തമാണ്. ഇത്ര അധികം യൗവനക്കാർ ഒരു വേടന്റെ പുറകിൽ കൂടി ഇത്ര അധികം തുള്ളിച്ചാടണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് ഏത് സ്പിരിറ്റ് ആണെന്ന് വരും കാലങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാം. അല്ലാതെ അതിനകത്ത് അദ്ദേഹം അധപ്പതിച്ച് കിടക്കുന്നവർക്ക് വേണ്ടി പാട്ടുപാടുന്നു എന്ന് പറഞ്ഞു, രാജ്യത്തിന്റെ തിന്മകൾക്കെതിരെ പാടുന്നു എന്ന് പറഞ്ഞു എന്നും ഇത്ര ജനം, എസ്പെഷ്യലി യൗവനക്കാർ, കൂടത്തില്ല. അങ്ങനെ വലിയ കാര്യമൊന്നും മൂപ്പര് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. മോഡിയെ തെറി പറയുന്നതിനോ ഭരണപക്ഷത്തിനെതിരെ സംസാരിക്കുന്നതിനോ ജാതിക്കെതിരെ സംസാരിക്കുന്നതിനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും ശക്തമായ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ആരുടെയും പുറകിൽ ഇത്രയും വലിയൊരു സംഖ്യ കൂടുന്നതായി കാണുന്നില്ല. അപ്പോൾ അമ്മാതിരി കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, 100% ഉറപ്പാണ്. അതവിടെ ഇരിക്കട്ടെ, അതൊക്കെ പിന്നീട് തെളിഞ്ഞു വന്നോളും, അതിന്റെ സമയത്ത് തെളിഞ്ഞു വന്നോളും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് സിനിമാ നടൻ തുള്ളുന്നതിന്റെ പുറകിലെ ഉദ്ദേശം അവർക്ക് സമ്പത്ത് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. കറക്റ്റാണ്. വേടൻ തുള്ളുന്നത് എന്ത് ഫിലോസഫി ആണെന്നുള്ള കാര്യം PG പറഞ്ഞില്ല, ഞാനും പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്തോ ഒരു സാധനം അതിന്റെ പുറകിലുണ്ട്. അതിന്റെ പുറകിലാണ് ഇത്രയും യൗവനക്കാർ കൂടുന്നതും ഓളം വെക്കുന്നതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യേശുവിന് വേണ്ടി തുള്ളിക്കൂടെ? ഇപ്പൊ വേടന്റെ പുറകിലെ ആൾക്കൂട്ടം കണ്ടിട്ട് 25-30 വയസ്സുള്ള വേടന്റെ പുറകിൽ ഇത്രയും യൗവനക്കാർ കൂടുന്നത് കണ്ടിട്ട് 84 വയസ്സുകാരൻ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി അടിസ്ഥാന തത്വശാസ്ത്രമില്ലാതെ തുള്ളാൻ ശ്രമിച്ചതാണെങ്കിൽ, കുറച്ചുകൂടെ തുള്ളിയെങ്കിൽ കിതച്ച് അറ്റാക്ക് വന്ന് മരിച്ചേനെ മൂപ്പര്. പിന്നെ ഭാഗ്യത്തിന് 2 ചാട്ടം ചാടിയിട്ട് മതിയാക്കി. എങ്കിലും ഈ 84 വയസ്സുകാരൻ കാലൊക്കെ ഉയർത്തിപ്പിടിച്ച് അരിക്കൂടി ഇങ്ങനെ കൈയടിക്കുന്ന മെയ്വഴക്കം കണ്ടപ്പോ വല്ലാത്ത സന്തോഷവുമുണ്ട്. കാരണം എന്റെ വീട്ടിൽ 84കാരുണ്ട്. അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോകുന്നതേ ഉള്ളൂ. അപ്പൊ തുള്ളിച്ചാടി 84കാരന് ഓളം വെക്കാൻ കഴിയുന്നത് ഒരു പോസിറ്റീവായി പറയുകയാണ്. ശരീരത്തെ അപ്രകാരം മെയിൻറ്റെയിൻ ചെയ്യാൻ മൂപ്പർക്ക് ദീർഘനാളുകൾ കഴിഞ്ഞു എന്നുള്ള നല്ലൊരു കാര്യമാണ്. ക്യാപ്റ്റൻ സാമുവൽ സുവിശേഷത്തിന് വേണ്ടി അവിടെ കിടന്ന് അടികൊള്ളുകയും ശരീരം നോക്കാതെ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ രണ്ടും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കമ്പയർ ചെയ്യുക. ഞാനത് വിടുകയാണ്. സമയത്തിന് ചെന്നെത്തുന്നത് നല്ലതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നുവെങ്കിൽ അത് നല്ലതാണ് എന്നൊരു അഭിപ്രായവും നമുക്ക് പറയാൻ കഴിയും. ഏതായാലും വേടന്റെ തുള്ളലിന്റെ പുറകെ ഒരു ഫിലോസഫി ഉള്ളത് കൊണ്ടാണ് ജനം കയറുന്നത്. സിനിമാ നടന്റെ കാര്യവും അങ്ങനെ തന്നെ. അവകളോട് കമ്പയർ ചെയ്ത് നമുക്ക് ഒരിക്കലും PG യുടെ തുള്ളലിനെ പറയാൻ പറ്റില്ല. കാരണം PG ഇവിടെ പറഞ്ഞ ഫിലോസഫി തന്നെ തെറ്റാണ്, അല്ലെങ്കിൽ ആ തിയോളജി തന്നെ തെറ്റാണ്. വേടന്റെ കൂട്ടത്തിൽ തുള്ളുമ്പോൾ ആളിത്ര കൂടുന്നു, സിനിമാ നടന്റെ പിറകിൽ ആള് കൂടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന് വേണ്ടി നമുക്ക് തുള്ളിക്കൂടെ? അത് തെറ്റാണ്. നമുക്ക് വേണ്ടി ജീവന് നൽകിയ യേശുവിന് വേണ്ടി ആരും തുള്ളണ്ട. അങ്ങനെ യേശുവിനെ ആരും ആരാധിക്കുകയും വേണ്ട. യേശുവിന് വേണ്ടിയല്ല നമ്മൾ തുള്ളുന്നത്. നമ്മെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യജീവൻ തരുവാൻ സ്വർഗത്തിലെ എല്ലാ മഹത്വങ്ങളും അഴിച്ചു വെച്ച് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സാധാരണ മനുഷ്യരായി മാറി നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് നിത്യജീവന്റെ വഴി തുറന്നു തന്നു. ആ നിത്യജീവനെ നമ്മൾ പ്രാപിച്ചിട്ട് ആ സന്തോഷത്തെ ഓർത്ത് ക്രിസ്തുവിനോടുള്ള സ്നേഹം കാരണം നമ്മൾ അറിയാതെ തുള്ളിപ്പോവുകയാണെങ്കിൽ അത് ഒറിജിനലാണ്. അപ്പോൾ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് അവരിഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അവരത് മേടിച്ചിട്ട് സന്തോഷത്തോടൊന്ന് തുള്ളിച്ചാടുകയോ ചിരിക്കുകയോ നമ്മളെ കയറി കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ അതിനെ സന്തോഷത്തിന്റെ ഭാഗങ്ങളായിട്ടേ കണക്കാക്കും. അല്ല, സാധനം കൊണ്ടുവന്നു, സാധനം മേടിച്ച് താഴേക്ക് വെച്ചിട്ട് ഡാഡിയുടെ മുമ്പിൽ 2 തുള്ളല് തുള്ളിയേക്കാം. അല്ലെ? എന്തിനാണ്? എനിക്ക് ഈ സാധനം കൊണ്ടു തന്നത് കൊണ്ട്
ഡാഡിയോടുള്ള ആദര സൂചകമായി, നന്ദി സൂചകമായി 2 തുള്ളു തുള്ളുകയാണ്. അപ്പൊ ഞാനിങ്ങനെ കസേരയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ 4 തുള്ളു തുള്ളി എന്നെ സന്തോഷിപ്പിക്കുന്നു. എനിക്ക് സന്തോഷം വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ അതാണ് ഒരു അബദ്ധം പറ്റിയത്. യേശുവിന് വേണ്ടി മെനക്കെട്ട് ആരും തുള്ളണ്ട. യേശുവിനോടുള്ള സ്നേഹം കാരണം അകത്ത് സഹിക്കാൻ മേലാതെ തുള്ളിപ്പോവുകയോ ചാടിപ്പോവുകയോ കരഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല. വ്യത്യസ്ത തരത്തിൽ നമ്മുടെ വികാര പ്രകടനങ്ങൾ കാണിക്കാം. നോർത്ത് ഇന്ത്യയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തുള്ളിച്ചാടുന്നതെന്ന് എനിക്കറിയില്ല. ദൈവസ്നേഹം വല്ലാതെ ഇങ്ങനെ ഉയർന്നിട്ട് തുള്ളുകയോ ചാടുകയോ അടികൊള്ളുകയോ, പൗലോസ് അങ്ങനെ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ആർക്ക് വേർപിരിക്കാൻ കഴിയും? പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അമ്മാതിരി സ്നേഹം വന്ന് മൂത്തിട്ട് തുള്ളിച്ചാടുന്നതാണെങ്കിൽ നമുക്ക് അതിനെ 100% അംഗീകരിച്ചേ പറ്റൂ. അല്ല, റാപ്പ് സംഗീതത്തിന് ആൾ കയറുന്നു എന്ന് വെച്ച് ലൈറ്റുകൾ പോലും അതുപോലെ അറേഞ്ച് ചെയ്ത്, അത് PG എന്നല്ല, ഇപ്പൊ ന്യൂജൻ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ജോൺ താരവും ടീമുകളും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതിന്റെ പുറകിലെ ചേതോ വികാരം ദൈവസ്നേഹം മൂത്തിട്ടല്ല, ആൾക്കാരെ പിടിച്ചു നിർത്താനാണ്. ഇത് അപകടം പിടിച്ച ഒരു മുന്നേറ്റമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു സത്യം, ഇമാതിരിയുള്ള ചർച്ചകളിലൊക്കെ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ പോലും ചെന്നുപെടുകയും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിനകത്തൊരു പിണ്ണാക്കുമില്ലെന്ന് മനസ്സിലാക്കിയ ആ ജനം എന്നേക്കുമായി ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നു. സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ അനേകം വീടുകൾ വിസിറ്റ് ചെയ്യുകയും പുതിയ പുതിയ ആൾക്കാരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ ഈ വൃത്തികെട്ട ആളുകൂട്ടൽ തന്ത്രങ്ങളിലൂടെ ക്രിസ്തുവിനെ കുറിച്ച് ജനങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഒരു മോശമായ ഇമേജ് ഉണ്ട്. വിശുദ്ധ വേദ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു ഇമേജാണ് ഇവർ യേശുവിനെ കുറിച്ച് ലോകത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മളറിയണം, യേശു സാക്ഷാൽ പിതാവായ ദൈവത്തിന്റെ നമുക്ക് കാണപ്പെട്ട ഒരു ഇമേജാണ്. അതിനെ വികൃതമാക്കി കാണിച്ച് ജനത്തെ കളക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയായാൽ പോലും അതിനെ വികൃതമായി കാണിച്ച് ജനഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് തെറ്റായൊരു പിക്ചറാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ന്യായവിധി നമ്മളൊക്കെ മേടിക്കേണ്ടി വരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. തിരുവചനത്തെ കോട്ടിക്കളഞ്ഞ് രക്ഷയിലേക്ക് നടക്കാൻ സാധ്യതയുള്ള ജനത്തിന്റെ മുൻപിൽ ഇമാതിരിയുള്ള കോപ്രായങ്ങൾ വെച്ച് കെട്ടി ജനത്തെ കബളിപ്പിക്കുന്നതിനെ ന്യായീകരിക്കുന്നതിന് നമുക്ക് എങ്ങനെയാണ് കഴിയുക? അപ്പൊ PGയുടെ നൃത്തം അകത്ത് ദൈവസ്നേഹം ഉണ്ടായിട്ട് പുറത്തുണ്ടാകുന്ന പ്രകടനമാണെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. ചോദ്യം ചെയ്തത് കൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല. കാരണം ദൈവത്തിന്റെ മുമ്പിൽ, യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിലെ 2ാമത്തെ രാജാവ് തന്റെ അധികാര വസ്ത്രം മാറ്റിവെച്ച് വെള്ളക്കുപ്പായം അണിഞ്ഞ് തുള്ളിച്ചാടി ആരാധിക്കുമ്പോൾ 1ാമത്തെ രാജാവിന്റെ മകൾ മീഖൾ അയാളെ നോക്കി നിന്ദിച്ചു. നീ സാധാരണക്കാരിൽ ഒരുത്തനെ പോലെയായി എന്നും നിന്റെ ദാസിമാരുടെ കൂടെ നീ നിന്നെ തന്നെ അനാവൃതമാക്കി എന്ന് പറഞ്ഞാൽ നിന്റെ അധികാര വസ്ത്രം മാറ്റിവെച്ചിട്ട് വെള്ളക്കുപ്പായം അണിഞ്ഞ് നിനക്ക് സ്തുതി പാടേണ്ടുന്ന ആൾക്കാരെ കൂടെ കൂട്ടിക്കൊണ്ട് നീ ദൈവത്തിന് സ്തുതി പാടിയത് തെറ്റായിപ്പോയി എന്ന് അവൾ പരാമർശിക്കുമ്പോൾ, എന്നാൽ മീഖളെ, ഇനി ഞാൻ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഇന്നത്തെ ചേട്ടന്മാരെ പോലെ പറയാൻ നിൽക്കാതെ അവളുടെ മുഖത്ത് നോക്കി, ഇസ്രായേലിൽ പ്രഭുവായിരിക്കാൻ നിന്റെ അപ്പനിലും അധികം എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഇനിയും നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞ് അവളുടെ മുഖമടച്ചടിച്ച ഒരു ദാവീദിനെ നമുക്ക് കാണാം. നമുക്കറിയാം, ഇസ്രായേലിൽ 3ാമത്തെ രാജാവിനെ ജന്മം കൊടുക്കേണ്ടിയിരുന്നത് മീഖളായിരുന്നു. ഇസ്രായേലിലെ 1ാമത്തെ രാജാവിന്റെ മകളായിരുന്നവൾ, 2ാമത്തെ രാജാവിന്റെ ഭാര്യയായിരുന്നവൾ, 3ാമത്തെ രാജാവിന്റെ അമ്മയാകാനുള്ള അവസരം അവൾക്ക് നിഷേധിക്കപ്പെട്ടു. അവിടെ സംഭവിച്ചത്, ആരെയാണോ മീഖൾ നിന്ദിച്ചത്, അത്തരത്തിൽപ്പെട്ട ദാസന്മാരുടെ ഭാര്യയായവളിൽ ഊരിയാവിന്റെ ഭാര്യയായ ബർഷബയിൽ ഇസ്രായേലിലെ രാജാവായ ദാവീദിന്
മൂന്നാമത്തെ രാജാവായ ശലോമോനെ ജന്മം കൊടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവികമായ കാര്യമായിരുന്നു ഇതെങ്കിൽ നമ്മൾ വിമർശിക്കുന്നതിന് പേടിക്കണം. PG ഇവിടെ ചെയ്തത് എന്തായാലും ദൈവികമല്ലെന്ന് 100% ഉറപ്പാണ്. 25 കൊല്ലം മുമ്പ് അയാള് സ്റ്റേജിൽ തുള്ളിച്ചാടിയത് എന്റെ പെർസെപ്ഷനിൽ ദൈവസ്നേഹത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ എപ്പോഴും തുള്ളിച്ചാടി ആരാധിക്കുന്നത് അത്തരത്തിൽ തന്നെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. പക്ഷേ കഴിഞ്ഞ ദിവസം യൂത്ത് ക്യാമ്പിൽ ബാബു ചെറിയാന്റെ അനൗൺസ്മെന്റിന്റെ അകമ്പടിയോടെ PG ചെയ്തത് 100% തെറ്റായിപ്പോയി. അതിനൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഷെല്ലി പറയുന്നു KV സൈമൺ സാറിന്റെ പാട്ട് പാടിയത് തെറ്റായിപ്പോയി. അങ്ങനെയൊന്നുമില്ല. ഏത് പാട്ട് പാടിയാലും ചെയ്ത പ്രോഗ്രാം തിന്മയായി പോയി. യേശുക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിൽ അടയ്ക്കപ്പെട്ടിട്ട് വേണം അതിന്റെ പ്രതികരണമായി ഇതൊക്കെ സംഭവിക്കാം. കലത്തിനകത്ത് അരി ശരിക്ക് തിളച്ചു വരുമ്പോൾ അടപ്പിങ്ങനെ പൊങ്ങുന്നത് തെറ്റല്ല. അരിയുമില്ല, വെള്ളവുമില്ല, കലത്തിൽ അടച്ചു വച്ചിരിക്കുന്നത് വെറുതെ ഇരുന്ന് ഇങ്ങനെ ആടുന്നെങ്കിൽ അതിനെ നമ്മൾ നല്ലതായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇക്കാണിച്ച പരിപാടിയെ ഒരിക്കലും ന്യായീകരിക്കുന്നത് ദൈവമക്കൾക്ക് ഭൂഷണമല്ല. ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരുപാട് കർത്താവിന് വേണ്ടി ഓടിയല്ല, ഒന്നും എനിക്കറിയില്ല. ശലോമോൻ കർത്താവിന് വേണ്ടി അമ്പരയുമ്പിയായ ദൈവാലയം സൃഷ്ടിച്ചു, ദൈവവുമായി എഗ്രിമെന്റ് സൈൻ ചെയ്തു. അത് പൊളിക്കാനുള്ള പരിപാടി അയാൾ തന്നെ ചെയ്തിട്ടാണ് പോയത്. അതിനെ ഒന്നും ആരും വെള്ളപൂശാനൊന്നും നിൽക്കുന്നുണ്ട് അർത്ഥമില്ല. എന്തായാലും അയാൾ ആരെയും പണിതല്ലേ, അയാൾ തന്നെ പൊളിക്കാനുള്ള ആപ്പ് അടിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് BGങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ കാണിച്ചു വരുന്ന പതാക തുള്ളിച്ചുള്ള നൃത്തങ്ങളും ലൈറ്റ് അറേഞ്ച്മെന്റും ഒക്കെ ആളിനെ ആകർഷിക്കാനാണെങ്കിൽ അങ്ങനെ ആകർഷിക്കില്ല. അങ്ങനെ ആകർഷിച്ച ആൾക്കാർ വന്നാൽ തന്നെ അവരെ നമുക്ക് നിത്യതയിൽ കൊണ്ടെത്തിക്കാനാവില്ല. ജനത്തെ ആകർഷിക്കാനാണ് രോഗസൗഖ്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ ന്യൂജൻ കലാകാരന്മാർ ഇവിടെ കിടന്ന് പൊടിക്കുന്നത്. അതിന്റെ വേറെ വേർഷൻ തന്നെയാണ് ഈ കാണിച്ചു കൂട്ടിയ സാധനം. നമ്മൾ ജനത്തെ വചനം പഠിപ്പിക്കുകയാണ് വേണ്ടത്. കർത്താവ് അങ്ങനെ പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. ഈ കാണിക്കുന്നത് മുഴുവൻ നാടൻ ഭാഷയിൽ പറഞ്ഞ തെമ്മാടിത്തരമാണ്. തിരുവചനത്തിനെതിരെയുള്ള നിഷേധങ്ങളാണ്, ജനത്തെ വഴിപിഴപ്പിക്കുന്ന പദ്ധതികളാണ് എന്ന് പറയുന്നതിന് ഒരു മടിയും ഉണ്ടാവാൻ നമുക്കാർക്കും പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ഇതൊക്കെ പറയേണ്ടത് ഓരോ സഭകളുടെ തലപ്പത്തിരിക്കുന്ന മിടുക്കന്മാരാണ്. പക്ഷെ അവർക്ക് ഇതിന് നേരമില്ല. കാരണം ഇതിറങ്ങി പറഞ്ഞാൽ അവരുടെ കസേര പോവും. കസേരയിൽ നിന്ന് 10 പൈസ ഉണ്ടാക്കേണ്ടുന്ന സമയം അത് അവർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ നല്ല ഡിനോമിനേഷൻസിന്റെയും നേതാക്കന്മാരും അതിന്റെ താഴെയുള്ള കുട്ടി നേതാക്കന്മാരും യുവമാരും ഒളിച്ചിരുന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സകല കള്ളത്തരങ്ങളും അധർമ്മങ്ങൾക്കും അവർ കൂട്ടുനിൽക്കുകയാണ്. ഇവരെ കുറിച്ചാണ് വചനം പറഞ്ഞത്, എന്നാൽ ദൈവം ദുഷ്ടനോട് നീ എന്റെ വചനങ്ങളെ അറിയിപ്പാൻ നിനക്ക് എന്ത് കാര്യം? നീ കള്ളനെ കണ്ടാൽ നീ അവരോട് അനുകൂലപ്പെടുന്നു. കള്ളന്മാരെ സുവിശേഷ വേലയിലെ തിന്മകൾ കണ്ടാൽ പോരും. അവകളെ അനുകൂലപ്പെട്ട് അവകളെ കുറിച്ച് മറിച്ചൊരക്ഷരം മിണ്ടാതെ വിശുദ്ധിയുടെ ചമയങ്ങൾ അണിഞ്ഞ് തൊരപ്പനലിയും പെരിച്ചാഴിയും കപ്പത്തോട്ടത്തിന്റെ അണ്ടർഗ്രൗണ്ടിലൂടെ അതിന്റെ വിള നിന്ന് കളയുന്നത് പോലെ നമ്മുടെ നേതാക്കന്മാരും അവരുടെ ശിങ്കിടികളും ചെയ്യേണ്ട പണി ചെയ്യാതെ ഈ പണി തന്നെയാണ് ചെയ്യുന്നത്. ഇവകൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് വേദികൾ അടയ്ക്കലാണ് ഇവരുടെ ജോലി. സകല വേദിയും ഇവരടയ്ക്കാൻ ശ്രമിക്കുമ്പോഴും കർത്താവ് വിശാലമായ വഴികൾ തുറന്നിടുകയാണ്. എനിക്ക് ജനത്തോടായി പറയാനുള്ളത്, കാര്യത്തെ ഗൗരവമായി ദയവായി കാണണം. ഇതിലെ തിന്മകൾ എന്താണെന്ന് ദയവായി നമ്മൾ കാണണം. കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുക്കുമ്പോൾ പൗലോസ് പറയുന്നു, ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത്. PG പോലെയുള്ള ഒരു ബമ്പർ സ്റ്റിക്കർ ഉള്ള ഒരാള്
നമ്മുടെ മുമ്പിൽ വന്ന് തിന്മകൾ പറഞ്ഞാൽ ഈസിയായി വിഴുങ്ങിപ്പോകുന്ന തരത്തിൽ അദ്ദേഹത്തിനൊരു ബമ്പർ സ്റ്റിക്കർ ഉണ്ട്. അമ്മാതിരി ആരുടെയും ബമ്പർ സ്റ്റിക്കറുകളിൽ കണ്ട് നമ്മൾ ആകൃഷ്ടരായി ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ തിരുവചനം ആഴമായി പഠിക്കുക, ഗഹനമായി പഠിക്കുക, വചനത്തിൽ നിലനിൽക്കാൻ ശ്രമിക്കുക. വേടന്റെ കൂടെ ആള് പോകുന്നത് കണ്ട് അതുപോലെ തുള്ളിയാൽ, അതുപോലെ മുടിവെട്ടിയാൽ, അതുപോലെ കറുത്ത ഉടുപ്പിട്ടാൽ ജനം വരുമെന്ന് കരുതി ആരും കോലം കെട്ടാൻ നിൽക്കണ്ട. ഒരു കൂട്ടം നമ്മിലേക്ക് വരണമെങ്കിൽ അത് വരേണ്ടുന്നത് ക്രിസ്തുവിനെ കണ്ടിട്ട് വേണം, അല്ലാതെ നമ്മുടെ പ്രകടനങ്ങൾ കണ്ടിട്ടല്ല. നമ്മുടെ അടുക്കലേക്ക് വരുന്നവൻ, അല്ലെങ്കിൽ നമ്മൾ ഒരാളിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത് അവനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനാണ്. കാരണം ക്രിസ്തുവിൽ മാത്രമേ നിത്യജീവനുള്ളൂ. ക്രിസ്തു തന്നെ പറഞ്ഞു, മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തണം. എന്തിനാണ്? ജനം ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കാൻ. അല്ലാതെ ജനത്തെ നമ്മളിലേക്ക് ആകർഷിച്ച് അവരുടെ പോക്കറ്റിൽ കിടക്കുന്നത് കൊള്ളയടിച്ച് നിങ്ങളുടെ പള്ള വീർപ്പിക്കാൻ മെനക്കെടരുത്. അത് അധികകാലം നിൽക്കില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഗൗരവമായി പഠിക്കണം. ഇതുപോലുള്ള ഒരുപാട് മിടുക്കന്മാർ നമ്മുടെ ഇടയിൽ അരങ്ങ് തകർക്കുകയാണ്. തിരുവനന്തപുരത്തൊരു അവറാച്ചൻ വന്ന് ചാടിയിട്ടുണ്ട്. തീ കത്തിക്കാൻ വന്നതെന്നാണ് പറഞ്ഞത്. അത് ഞാൻ പിന്നീട് സംസാരിക്കാം. വേറെ മിടുക്കന്മാരായ ദൈവദാസന്മാർ ചമഞ്ഞു നടന്ന ആൾക്കാരെ സാമ്പത്തികമായി തട്ടിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെയും അങ്ങനെ തെറ്റിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ മുമ്പിൽ ഒന്ന് കരഞ്ഞു കാണിച്ച് പൈസ മേടിച്ചുകൊണ്ട് പോകും. നമ്മൾ ചോദിക്കുമ്പോൾ വീടടച്ച് വീടിനകത്തിരിക്കും, പുറത്ത് ക്യാമറയും വെച്ചോണ്ടിരിക്കും, അന്യായമായ ന്യായങ്ങൾ പറയും. അതിന് കൂട്ടു നിൽക്കുന്നതും ഉപദേശമാര് തന്നെയാണ്. അതും ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, ക്രിസ്തുവിന്റെ പേരിൽ നടക്കുന്ന വ്യാജങ്ങൾ അവകൾ വ്യാജങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാൽ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന വസ്തുത നിങ്ങൾ മറക്കരുത്. അവകൾ കണ്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ കള്ളന് കഞ്ഞി വെക്കുന്നവനായി നമ്മൾ മാറും. കള്ളനെ കണ്ടാൽ അവനോട് അനുകൂലപ്പെടുന്നു, അതിനെ നമ്മൾ അംഗമായി മാറും. അതാണ് TPM-നെതിരെ സംസാരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, അവർ വലിയ സംഭവമല്ല. എന്ത് സംഭവം? ജനത്തെ വഴിപിഴപ്പിക്കുന്നുവെങ്കിൽ, ഷണ്ണന്മാരല്ലാതിരിക്കെ ഷണ്ണന്മാരാണെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അപ്പോസ്തലന്മാരല്ലാതെ അപ്പോസ്തലന്മാരാണെന്ന് പറയാൻ ശ്രമിക്കുന്നുവെങ്കിൽ, ജനത്തിന്റെ ഹൃദയങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ, വചനാടിസ്ഥാനത്തിൽ അത് പറയാൻ നമുക്ക് നെഞ്ചുറപ്പുണ്ടാവണം. നീണ്ടകാലം ഇവിടെ എല്ലാവരെയും പ്രസാദിപ്പിച്ച് ജീവിക്കാമെന്ന് കരുതരുത്. എനിക്കിട്ടിരിക്കുന്ന പ്രായം എന്ന് പറയുന്നത് 2050-നും 60-നും ഇടയ്ക്കാണ്. ആരും തല്ലിക്കൊന്നില്ലെങ്കിൽ അതുവരെ ജീവിച്ചേ പറ്റൂ എന്ന് നിർബന്ധമൊന്നുമില്ല. നാളെ മരിച്ചാലും പ്രശ്നമില്ല. പക്ഷേ കർത്താവ് ഏൽപ്പിച്ചത് ചെയ്തേച്ചു പോകണം. അല്ലാതെ ഭീരുക്കൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റില്ലെന്നാ പറയുന്നേ. എന്തിനാ ഇവിടെ പേടിക്കേണ്ട കാര്യം? ആരെ പേടിക്കേണ്ട കാര്യം? സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തല പോകുമെന്നുണ്ട്. അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഇവിടെ. ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചിട്ടുള്ളവരുണ്ട്. വാളിന് കൊല്ലപ്പെട്ടവരുണ്ട്. അഗ്നിയിൽ എറിയപ്പെട്ടവരുണ്ട്. തിളച്ച എണ്ണയിൽ എറിയപ്പെട്ടവരുണ്ട്. കുതിരകളുടെ കാലിൽ കെട്ടി വലിച്ചു കീറിക്കളഞ്ഞിട്ടുള്ളവരുണ്ട്. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെന്നറിയണം. അതുകൊണ്ട് ഉടായിപ്പുകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയും ഉടായിപ്പുകൾക്ക് കൊടി പിടിച്ചു കൊടുക്കുകയും വീശിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകരുത്. വിട്ടുപോരുവിൻ. അവരുടെ മ്ലേച്ഛതകളിൽ നിങ്ങൾ കൂട്ടാളിയാകരുത്. അവരുടെ ബാധകളിൽ നിങ്ങൾ ഓഹരിക്കാരാകരുത്. അതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ചെറിയൊരു തിന്മയുണ്ടെങ്കിൽ അത് സഹിച്ചോണമെന്ന് കഴിഞ്ഞ ദിവസം ഒരുത്തം പറയുന്നത് കേട്ടു. തിന്മ സഹിക്കാനൊന്നും പറ്റുന്നില്ല, സഹിക്കേണ്ട ആവശ്യമില്ല. നന്മയെ സ്വീകരിച്ചാൽ മതി. നന്മയോടുകൂടി തിന്മയും കൂടി വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വ്യക്തി തന്നെ പരിശോധിക്കണം. അല്ലാതെ ഒരു ക്രിസ്തുവിൽ നിന്ന് അങ്ങനെ വന്നില്ലല്ലോ. പത്രോസിൽ നിന്നും പൗലോസിൽ നിന്നും അവർക്കെല്ലാം തിരുത്തലുകൾ ആവശ്യമായി വന്നു എന്നല്ലാതെ ഇമ്മാതിരി 2 കളറുള്ള വെള്ളം പുറപ്പെട്ടോ? ഇല്ലല്ലോ. അപ്പോൾ വ്യാജത്തെ വ്യാജമായി തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞേ തീരൂ. ശലോമോൻ സുന്ദരമായ ദൈവാലയം പണിതു എന്ന് പറഞ്ഞ് 1000 പെണ്ണ് കെട്ടാൻ കർത്താവ് അനുവദിച്ചോ? വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് തൊഴുതുകൊണ്ടിരിക്കാൻ കർത്താവ് അനുവദിച്ചോ? ഇല്ലല്ലോ. എന്നാ കർത്താവ് വിചാരിക്കണ്ട, എനിക്ക് അവൻ നല്ലൊരു ആലയം പണിതു തന്നല്ലേ? നാട്ടിലെ ലോക്കൽ ദൈവങ്ങൾക്ക് 2-3 ആലയം പണിതന്നല്ലേ ഉള്ളൂ, പൂജാഗിരി പണിതന്നല്ലേ ഉള്ളൂ, വിട്ടേക്കാം എന്ന് കർത്താവ് വിചാരിച്ചോ? ഇല്ലല്ലോ.
അവിടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. വചനം ഇങ്ങനെ പറഞ്ഞത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. അപ്പോൾ വിവേകമില്ലാതെ പെരുമാറിയാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമാണ്. അതുകൊണ്ട് പാസ്റ്റർ ബാബു ചെറിയാനും പാസ്റ്റർ PGയും മലയാളി ക്രൈസ്തവരോട് മാപ്പ് ചോദിക്കണം. ഈ കാണിച്ചത് വചനവിരുദ്ധമായതാണെന്ന് അവർ അംഗീകരിക്കാൻ തയ്യാറാവണം. ആളെ കൂട്ടാൻ വേണ്ടി യൗവനക്കാരുടെ നമ്മൾ തിരിച്ചറിയണം. യൗവനക്കാരുടെ മുമ്പിൽ അതൊക്കെ കാണിക്കുന്നത്. മുമ്പിലിരിക്കുന്ന യൗവനക്കാര് ഊളകളെല്ലാം തിരിച്ചറിയണം. അവർക്കൊക്കെ നല്ല ബോധമുള്ള പിള്ളേരാ. അവരിത് നോക്കും, ഇവരെന്തായി കാണിക്കുന്നേ? കഥയില്ലാതെ തുള്ളുകയാണോ? ഇതിനേക്കാൾ നല്ലത് വേടന്റെ കളിയല്ലേ? ഇതിനേക്കാളും നല്ലത് ഷാരൂഖ് ഖാന്റെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അല്ലേ? ഈ വയസ്സായ മനുഷ്യന്റെ കിതച്ചുള്ള ഈ തുള്ളൽ കാണാൻ പിള്ളേർ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ തുള്ളലല്ല ആവശ്യം. അകത്ത് ദൈവസ്നേഹം വർദ്ധിച്ചിട്ട് മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത് അതിനകത്ത് ദൈവസ്നേഹമാണ് ഉയരേണ്ടത്. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞാൽ അവർ വല്ലാതെ തുള്ളിച്ചാടും, അവർ വല്ലാതെ കരയും, അവരാ ദൈവസ്നേഹം അനുഭവിക്കും. ക്രിസ്തുവിനെ കുറിച്ച് തിരിച്ചറിയാൻ മിഷൻ ചലഞ്ച് എന്ന് പറഞ്ഞ ജനത്തെ ക്രിസ്തുവിന്റെ സുവിശേഷകരാകാൻ കൊണ്ടിരുത്തിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ്. ഇതുപോലെ ഫിന്നി സ്റ്റീഫനും ബിജി അഞ്ജനും ടീമുകളും ചേർന്ന് ആൾക്കാരെ കൂട്ടിയിരുത്തിട്ട്, നീ ഇപ്പോൾ കാല് വെക്കുമ്പോൾ അത് നടക്കാൻ പോവാണ്, ഭൂതം പോവാൻ പോവാണ്. ചവിട്ടി മറിച്ചിട്ട് ഇവിടെ വല്ലതും നടന്നു? ഒരു പിണ്ണാക്ക് നടന്നില്ല. ഒരുത്തന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു, അതോടെ കുറെ ഒതുങ്ങിയെന്നല്ലാതെ ഒരു ചുക്ക് നടന്നില്ല. യവന്മാർ ഇവിടെ എന്തെല്ലാം മറച്ചു. യവന്മാര് പറഞ്ഞതനുസരിച്ച് യവന്മാരിൽ നിന്ന് മാത്രം ഈ ആത്മാവ് അങ്ങ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഒറിജിനൽ ആത്മാവായിരുന്നെങ്കിൽ എത്രയോ ജനം രക്ഷപ്പെട്ടേനെ. യവന്മാരിലുള്ളത് പോലും വ്യാജനാണ്. വചനാടിസ്ഥാനത്തിൽ തിരിച്ചറിയണം. നിങ്ങൾ വചനം പഠിക്കണം, നിശ്ചയം പ്രാപിക്കണം, നിത്യതയ്ക്ക് പോകാൻ ഒരുങ്ങണം. അതാ പൗലോസ് പറയുന്നത്, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, വചനം പ്രസംഗിക്ക. കണ്ടോ, വചനം പ്രസംഗിക്ക. കാരണം വചനം എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് വചനം പഠിക്കണം. ഇത് ശാസനത്തിനുള്ളതാണ്, ഇത് ഗുണീകരണത്തിനുള്ളതാണ്, ഇത് നീതിയിലെ അഭ്യസനത്തിനുള്ളതാണ്. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾ വചനം പഠിപ്പിക്കണം, നിങ്ങൾ വചനം പഠിക്കണം. നിങ്ങളുടെ സഭകളിൽ നിങ്ങളുടെ ഉപദേശി വചനം പഠിക്കാത്തയാളാണെങ്കിൽ ആ സഭ വിട്ട് നിങ്ങൾ പോകണം. ദുരുപദേശം പറയുന്നവനെങ്കിൽ ആ സഭ വിട്ട് നിങ്ങൾ പോകണം. വചനം പഠിപ്പിക്കാത്തവനെങ്കിൽ അവനെ കൊണ്ട് പഠിപ്പിക്കണം. മിക്കവാറുമുള്ള ഉപദേശിമാരൊക്കെ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. വെറുതെ വെള്ളിയാഴ്ച ഒരു മീറ്റിംഗ്, ഞായറാഴ്ച ഒരു മീറ്റിംഗ് ആയിട്ട് മിടുക്കന്മാരെ ജീവിച്ചു പോവുകയാണ്. ഇവരെ കൊണ്ട് വചനം പഠിപ്പിക്കണം. ദൈവസഭകളിൽ കൃത്യം വചനം പഠിപ്പിക്കലാകണം ഇവരുടെ ജോലി. ഓരോ ഉപദേശിമാര് 3 കൊല്ലത്തേക്ക് ഒരു സ്ഥലത്ത് വന്നിട്ട് അത്യാവശ്യമായി ടെന്യൂർ തീർത്ത് അവിടെ നിന്ന് പോകുന്നതല്ലാതെ ഇവരാരും ഇവരുടെ പ്രവൃത്തി ചെയ്യുന്നില്ല. ഇവരൊക്കെ നമ്മെ ചതിക്കുകയാണ്. ഈ വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇവരെ കൊണ്ട് ജോലി എടുപ്പിക്കണം, ഇവരെ കൊണ്ട് നിങ്ങൾ ക്ലാസ്സുകൾ എടുപ്പിക്കണം, ഇവരെ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങൾ വചനം പഠിക്കണം, നിത്യതയ്ക്ക് ഒരുങ്ങണം. വചനത്തിലൂടെ അല്ലാതെ നിത്യരാജ്യത്ത് ചെല്ലാനാവില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം എന്ന് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങളോട് ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓർപ്പിക്കേണ്ടി വന്നതിൽ വിഷമവുമുണ്ട്, ഇങ്ങനൊരു വിഷയത്തിലൂടെ ഓർപ്പിക്കേണ്ടി വന്നതിൽ. അതുകൊണ്ട് ആള് കൂട്ടാൻ വേണ്ടി ആരും വേടന്റെ കലാപരിപാടികൾ ഒന്നും എടുക്കണ്ട. നമുക്ക് ആള് കൂടുതൽ ആവശ്യമില്ല. ജനത്തെ വചനം പഠിപ്പിക്കുക. ജനം സത്യം തിരിച്ചറിയട്ടെ, നന്മ തിന്മ ജനം തിരിച്ചറിയട്ടെ. മറ്റൊരുത്തരിലും രക്ഷയില്ലെന്നും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു മാത്രമേ ഉള്ളൂ എന്നും ജനം തിരിച്ചറിയാൻ പാകത്തിന് സത്യത്തെ നമ്മൾ വെളിപ്പെടുത്തി കാണിക്കുക. അൺവെയിൽ ദ ട്രൂത്ത്, മറനീക്കി കാണിക്കുക. അവരത് കാണട്ടെ, അവരത് തിരിച്ചറിയട്ടെ. ആ സത്യം നമ്മൾ അനുഭവിച്ച് അങ്ങനെ തന്നെ ജീവിച്ച് ജനത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാം. ജനത്തെ കബളിപ്പിക്കുന്ന കള്ളന്മാരെ തിരിച്ചറിഞ്ഞാൽ അവന്മാരെ പുറത്തു കൊണ്ടുവരണം, അവന്മാരെ വെളിപ്പെടുത്തി പറയണം. അതിന് നമ്മൾ ആരും അമാന്തിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി.